ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ പ്രതികാര നടപടിയുമായി സംസ്ഥാന സർക്കാർ പുതിയ ഹെൽത്ത് വോളണ്ടിയർമാരെ നിയമിക്കാൻ ഉത്തരവിറക്കി. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ആദ്യം CITUവിന്റെ ഭാഗത്തുനിന്ന് ഒരു ബദൽ സമരം ആശാവർക്കർമാരുടെ സമരത്തെ പൊളിക്കാനായി മുന്നോട്ട് വരുന്നു. അതിനുശേഷം ഒരു പ്രതികാര നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം കൂടുതൽ പിന്തുണ ആശാവർക്കർമാരുടെ സമരത്തിന് ലഭിക്കുന്നു എന്ന് കണ്ടതിന് തൊട്ടു പിന്നാലെ അവരുടെ ആശങ്കകൾ അകറ്റാതെ തന്നെ പുതിയ ഹെൽത്ത് വോളണ്ടിയർമാരെ നിയമിക്കാനുള്ള ഉത്തരവിറക്കി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആശാവർക്കർമാരെ, നിലവിൽ സമരം ചെയ്യുന്നവരെ വെല്ലുവിളിക്കുന്ന ഒരു മനോഭാവം തന്നെയല്ലേ സർക്കാരിനുണ്ടായിരിക്കുന്നത്? ദേവിക, കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു ഉത്തരവുണ്ടായിരിക്കുന്നത്. നാഷണൽ ഹെൽത്ത് മിഷൻ ആണ് ഈ ഉത്തരവിറക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഇതിനായിട്ട് ഈ ആശാവർക്കറുടെ സേവനം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ ഹെൽത്ത് വോളണ്ടിയർമാർ നിയമിക്കുക, അതിന് പരിശീലനം കൊടുക്കുക, അവരെ കണ്ടെത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതിനായി 11,70,000 രൂപ വകയിരുത്തിയിട്ടുമുണ്ട്. ഈ ഒരു ഇവരെ കണ്ടെത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കായിട്ട് ഈ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ഈ ആനുകൂല്യങ്ങൾ കൂട്ടിക്കൊടുക്കാൻ ഈ പ്രതിസന്ധിയുടെ കാര്യം പറയുമ്പോഴാണ് ഈ 11,70,000 രൂപ ഇതുമായി ബന്ധപ്പെട്ട് വകയിരുത്തി കൂടി ചെയ്തിരിക്കുന്നത്. അതായത് പുതിയ ഹെൽത്ത് വോളണ്ടിയർമാരെ കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യമെന്നാണ് ഇപ്പോൾ അതിനകത്ത് ആ ഡോക്യുമെന്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഉത്തരവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് ഈ ആശാവർക്കർമാരുടെ സമരം. ആ സമരം തുടരുന്ന സാഹചര്യത്തിൽ ആ സമരത്തെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ സമരക്കാരോടുള്ള പ്രതികാര നടപടിയായിട്ടാണ് സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഈ ഉത്തരവെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ഇത് ആശാ സംവിധാനം പോലെ ഈ ആശാ സംവിധാനത്തിന് കീഴിലാണോ അല്ലെങ്കിൽ ആശാ സംവിധാനം പോലൊരു ബദൽ സംവിധാനമാണോ എന്ന കാര്യത്തിലുള്ള ഉത്തരവിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഇനി ആശാ വർക്കർമാരെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ബദൽ സംവിധാനം എന്ന നിലയിൽ മറ്റൊരു രീതിയിലുള്ള ഹെൽത്ത് വോളണ്ടിയേഴ്സ് ആണോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ അതിനകത്ത് പുറത്ത് ഈ വിഷയത്തിൽ വരേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഒരു ഹെൽത്ത് വോളണ്ടിയർമാരെ നിയമിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ആശാ വർക്കർമാരുടെ സേവനം ലഭിക്കാത്ത സ്ഥലങ്ങളിലെല്ലാം ഇത്തരം സംവിധാനങ്ങൾ ഉറപ്പാക്കാനായിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരിശീലനം അടക്കം നടത്തുന്നതിനും സർക്കാരും ആരോഗ്യ വകുപ്പും മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ആശാവർക്കർമാരുടെ സമരം 20 ദിവസം പിന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രതിഷേധങ്ങൾ തുടരുന്നു. ജില്ലകളിലെ അടിസ്ഥാനത്തിൽ, അതായത് പല ജില്ലകളിലും കളക്ടറേറ്റിലടക്കം ഉപരോധങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. സർക്കാരിന്റെ അനുനയ നീക്കങ്ങളെല്ലാം പാളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല അനുനയ നീക്കങ്ങൾ സർക്കാർ നടത്തിയെങ്കിൽ പോലും അത് അനുനയ നീക്കങ്ങൾ എന്ന് പറയുമ്പോൾ പോലും ഈ സമരക്കാർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലല്ല, ചില ആനുകൂല്യങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടൊരു അനുനയ നീക്കമാണ് സർക്കാർ നടത്തിയത്. എന്നാൽ അതിലൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യവും സമരവുമായി മുന്നോട്ട് പോകുകയും ഈ വരുന്ന മാർച്ച് 3-ാം തീയതി നിയമസഭയിലേക്കടക്കം വലിയ മാർച്ച് കൂടി കൂടുതൽ വിവരം വലിയ എന്താണ് സർക്കാർ പറയട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള നിയമനങ്ങളാണ് നടത്താൻ പോകുന്നത് നടക്കുന്ന കാര്യങ്ങൾ സർക്കാർ പറയട്ടെ എന്നും പറയുന്നുണ്ട്. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത്. സമരം 20-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതിനിടയിൽ ഇത്തരം ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ഫ്ലക്സ് ബോർഡും ഈ സമരാനുകൂല്യങ്ങൾ അവരുടെ ഈ സമരസ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് 2021 അവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാഗ്ദാനങ്ങളുടെ ഒരു പട്ടികയായിരുന്നു ഈ ആശാ വർക്കർമാർ, അതുപോലെ തന്നെ അംഗൻവാടി തൊഴിലാളികൾ തുടങ്ങിയ ആളുകൾക്ക് അല്ലെങ്കിൽ തുടങ്ങിയ ജോലിക്കാർക്ക് 700 രൂപ ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന ഒരു വാഗ്ദാനം. ആ വാഗ്ദാനത്തിന്റെ ബോർഡ് കൂടി സ്ഥാപിച്ചുകൊണ്ടാണ് സമരക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തങ്ങൾ തയ്യാറല്ല എന്ന് പറയുകയും ചെയ്തുകൊണ്ട് സമരം ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും. വരുന്ന മാർച്ച് തയ്യാറല്ല എന്ന് പറയുകയും ചെയ്തുകൊണ്ട് സമരം ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും. വരുന്ന മാർച്ച് 3-ാം തീയതി നിയമസഭയിലേക്കടക്കം മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം ശക്തമാക്കുന്നത്. തങ്ങൾ ഉന്നയിച്ച ആവശ്യത്തിന്മേൽ വിരമിക്കൽ ആനുകൂല്യം, ഓണറേറിയം അടക്കമുള്ള ആ കാര്യങ്ങളിൽ ഇതുവരെ സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിലേക്ക് എത്തുന്നത് വരെ, സർക്കാരിന്റെ മനസ്സ് മാറുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകും. മറ്റ് ബദൽ സമരങ്ങളോടും തങ്ങൾക്ക് എതിർപ്പില്ല. എന്തായാലും ആശാ ജീവനക്കാരുടെ ആനുകൂല്യത്തിന് വേണ്ടിയാണല്ലോ ബദൽ സമരങ്ങൾ മറ്റു രീതിയിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരും സമരം നടത്തട്ടെ. തങ്ങളുടെ സമരം അതുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ സമരാനുകൂലികളും അറിയിച്ചിരിക്കുന്നത്. രാപ്പകൽ സമരം തുടരുകയാണ്. എന്തായാലും രാപ്പകൽ സമരം തുടരുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള
അടുത്ത പ്രതികാര നടപടി വന്നിരിക്കുന്നത്. പുതിയ ഹെൽത്ത് വളണ്ടിയേഴ്സിനെ കണ്ടെത്തുക, അതിനായിട്ടാണ് ഇപ്പോൾ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ ആശാ വർക്കർമാരുടെ സേവനം ലഭിക്കാത്ത സ്ഥലങ്ങളിലെല്ലാം ഹെൽത്ത് ജീവനക്കാരുടെ സേവനം ഉറപ്പാക്കുക, അതിനുള്ള പരിശീലന നടപടികൾക്കായിട്ട് 11,70,70,000 രൂപ സർക്കാർ അനുവദിക്കുകയും ചെയ്തു. ദേവിക. ശരി പ്രശാന്ത്.